ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം ബിജെപിക്ക് കേരളത്തിൽ വലിയ പ്രതീക്ഷയാണ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും കൈവരിക്കേണ്ട ലക്ഷ്യമായിരുന്നു പ്രധാന ചർച്ച. രാജീവ് ചന്ദ്രശേഖരനും അനിൽ ആന്റണിയും ഒഴികെ ലോക്സഭയിലേക്ക് മത്സരിച്ചവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടുകൾ പരിശോധിച്ചാൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ബിജെപി മുന്നിലാണ്. 9 സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തും. 35,000-ലധികം വോട്ട് നേടിയ 55-ലധികം സീറ്റുകളുണ്ട്. ഇവിടെ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ച് പ്രവർത്തിക്കാനാണ് തീരുമാനം. ഹിന്ദു സമുദായത്തിലെ എല്ലാ വിഭാഗത്തിൽ നിന്നും മികച്ച പിന്തുണ ലഭിച്ചു തുടങ്ങിയെന്നാണ് പുതിയ വിലയിരുത്തൽ. ജൂലൈ 9-ന് തിരുവനന്തപുരത്ത് ബിജെപിയുടെ വിശാല നേതൃയോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദേശീയ അധ്യക്ഷൻ JP നദ്ദ യോഗത്തിൽ സംബന്ധിക്കും. അദ്ദേഹത്തിന് ദേശീയ അധ്യക്ഷ പദവി നീട്ടി നൽകുമെന്നാണ് വിവരം. JP നദ്ദ പങ്കെടുക്കുന്ന യോഗത്തിലെ പ്രധാന ചർച്ച വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ തന്നെയായിരിക്കും. CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നുമുള്ള വോട്ടുകൾ ഇത്തവണ BJP സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചതാണ് പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്നത്. ചിട്ടയായ പ്രവർത്തനം നടത്തിയാൽ കേരളത്തിൽ ഇനിയും മുന്നേറാമെന്ന് നേതൃത്വം കരുതുന്നുണ്ട്. വികസന രാഷ്ട്രീയമാണ് തങ്ങൾ മുന്നോട്ട് വെക്കുന്നതെന്ന് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും അവകാശപ്പെടുന്നുണ്ട്. ക്രൈസ്തവ സമുദായ നേതാക്കളിൽ എല്ലാവരുടെയും പിന്തുണ ലഭിച്ചില്ലെങ്കിലും തൃശൂർ, കണ്ണൂർ മണ്ഡലങ്ങളിൽ സമുദായാംഗങ്ങൾ വോട്ട് ചെയ്തുവെന്ന് BJP നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട്. ഹിന്ദുക്കളിലെ എല്ലാ വിഭാഗത്തെയും കൂടെ നിർത്താനുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകും. ഒപ്പം ക്രൈസ്തവ സമുദായത്തെ അടുപ്പിക്കാനുള്ള ശ്രമങ്ങളും തുടരും. വരാനിരിക്കുന്ന ഉപതിരഞ്ഞെടുപ്പുകളും BJP പ്രതീക്ഷയോടെയാണ് കാണുന്നത്. പാലക്കാട് നിയമസഭ ഉപതിരഞ്ഞെടുപ്പിന് വലിയ ഒരുക്കം പാർട്ടി നടത്തും. P രഘുനാഥിന് മണ്ഡലത്തിന്റെ ചുമതല നൽകി കഴിഞ്ഞു. വയനാട്ടിൽ MP രമേശും ചേലക്കരയിൽ KK അനീഷ് കുമാറും മേൽനോട്ടം വഹിക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മികച്ച പ്രകടനം BJP കാഴ്ചവെച്ചിരുന്നു. 2021-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP പാലക്കാട്ട് രണ്ടാം സ്ഥാനത്തായിരുന്നു. 35 സീറ്റ് ലഭിച്ചാൽ കേരളം NDA ഭരിക്കുമെന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് K സുരേന്ദ്രൻ പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു. അന്നത്തെ വോട്ട് കണക്കുകൾ BJPയുടെ ഈ വാദത്തിന് ഫലമേകിയിരുന്നില്ല. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ കാര്യങ്ങൾ മൊത്തം മാറിയിരിക്കുന്നു. ആഞ്ഞു പിടിച്ചാൽ കൂടെ പോരുന്ന മണ്ഡലങ്ങളുണ്ട് എന്ന് BJPക്ക് വ്യക്തമായി കഴിഞ്ഞു. CPM കേന്ദ്രങ്ങളിൽ നിന്ന് BJP സ്ഥാനാർത്ഥികൾ വോട്ട് പിടിച്ചതാണ് BJPക്ക് പ്രതീക്ഷ ഇരട്ടിയാക്കുന്നത്. സർക്കാരിനെതിരായ വികാരം പരമാവധി മുതലെടുക്കാനുള്ള ശ്രമങ്ങളും BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകും. എന്നാൽ BJPയെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ CPM ആവിഷ്കരിക്കുമെന്നും തീർച്ചയാണ്. UDF-നെയും BJPയെയും ഒരുപോലെ പ്രതിരോധിക്കേണ്ട അവസ്ഥയിലേക്കാണ് CPM എത്തിയിരിക്കുന്നത്. അതേസമയം 400 സീറ്റ് നേടുമെന്ന് ഉറപ്പു പറഞ്ഞ് പ്രചരണം നടത്തിയ NDA 300 സീറ്റ് പോലും തികയ്ക്കാനാവാതെ വീണ്ടും ഭരണത്തിലേക്ക് കടന്നതും ഏവരെയും ഞെട്ടിച്ചിരുന്നു. അതിനിടെ കേരളത്തിൽ ആദ്യമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP അക്കൗണ്ട് തുറന്നതും നടൻ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായതുമൊക്കെ വളരെ പെട്ടെന്നായിരുന്നു. ഏതായാലും ഇനിയും കേരളത്തിൽ കാവിക്കൊടി പാറിക്കാനുള്ള ഒരുക്കത്തിലാണ് BJP. പക്ഷേ അതിനൽപ്പം വിയർക്കുമെന്നാണ് ഭരണ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്.